എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് എപ്പിസോഡിലേക്ക് പോയാലോ? എപ്പിസോഡിന്റെ അവർക്ക് തന്നെ കാണിക്കുന്നത് സിദ്ധാർത്ഥിന്റെ അമ്മയാണ്. സിദ്ധാർത്ഥിന്റെ അമ്മ ആകെ പേടിച്ചിരിക്കുകയാണ്. എന്താ ഇനി ചെയ്യുക? ഇതിനെക്കുറിച്ച് ഇനി അവരെല്ലാം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ എന്തൊക്കെ പറയുന്നൊക്കെ ആലോചിച്ചത് ആകെ കരഞ്ഞിരിക്കുകയാണ്. അപ്പോഴാണ് ജ്യോതി അങ്ങോട്ട് വരുന്നത്. അമ്മയ്ക്ക് എന്താ പറ്റിയത്? അമ്മ കരയുന്നുണ്ടല്ലോ, അമ്മക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അപ്പൊ അമ്മ അവിടുന്ന് എഴുന്നേറ്റിട്ട് പോവാണ്. ഇല്ല, എനിക്കൊന്നുമില്ല, നീ ഒന്നും ചോദിക്കണ്ട, എനിക്ക് ഒന്നുമില്ല, നീ പോന്ന് പറയും. അപ്പം ജോലി പറയും, അമ്മ എന്താ കാര്യം എന്ന് പറ, എന്തിനാ അമ്മ ഇങ്ങനെ കരയുന്നത്? അപ്പൊ അമ്മ പറയും, നീക്കിത് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷമാവും, കാരണം നീ ഇപ്പൊ ജയിച്ചില്ലേ, ഞാനല്ല തോറ്റത്. അങ്ങനെ ബാങ്കുകാര് പൈസ എല്ലാം കൊണ്ട് പോയ കാര്യങ്ങളൊക്കെ ജ്യോതിയോട് പറയും. ഇപ്പൊ നിനക്ക് ഒരുപാട് സന്തോഷമായി കാണല്ലോ, കാരണം എന്നെ കുറിച്ച് സിദ്ധാർത്ഥനോട് പറയാൻ പുതിയൊരു പരാതി വഴി നിനക്ക് കിട്ടിയല്ലോ. അമ്മ എന്തായി പറയുന്നത്? ഞാൻ എന്തിനാണ് അമ്മയെക്കുറിച്ച് സിദ്ധാർത്ഥനോട് പരാതി പറയുന്നത്? ഞാൻ ഒരിക്കലും ഇത് സിദ്ധാർത്ഥനോട് പറയില്ല. അപ്പൊ അമ്മ പറയും, അല്ല, അപ്പൊ നിങ്ങളാരും പറഞ്ഞിട്ട് ഞാനിതുവരെ കേട്ടില്ലല്ലോ, അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അമ്മ ഇതൊന്നല്ലല്ലോ, അത് സാരമില്ല, പോയത് പോയി, ഇനി അങ്ങനെയൊന്നും ചെയ്യാതെ ഇരുന്നാൽ മതി. അമ്മ വിശ്രമിക്കാൻ നോക്കും, ഞാൻ അമ്മയ്ക്ക് വെള്ളം എടുത്തോണ്ട് വരാന്ന് പറഞ്ഞിട്ട് ജ്യോതി അവിടുന്ന് പോകും. അപ്പൊ സിദ്ധാർത്ഥന്റെ അമ്മ പറയും, എനിക്കറിയാം, ഇവിടെ കാണുന്ന പോലെ ഒന്നല്ല, എന്തായാലും ഇത് അവരോട് പോയി പറഞ്ഞെടുക്കുമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഭരതിനെയാണ്. അങ്ങോട്ട് സോജ വരും. ഭരത്, നിങ്ങൾ എന്താ ഈ ചെയ്തത്? എന്താ നിങ്ങൾ അച്ഛനോട് നാണോ പറഞ്ഞത്? നിങ്ങൾ അശോക് ആശയം പോകുന്നത് കണ്ടല്ലേ, എന്നിട്ട് പിന്നെ എന്തിനാണ് അവരെ കണ്ടില്ലെന്ന് പറഞ്ഞത്? ഭരത്, ഒന്ന് പറ. അപ്പൊ ഭരത് പറയും, കാരണം ഞാനൊരു സ്വാർത്ഥനാണ്, ഐ ആം സെൽഫിഷ്. നിനക്ക് നിന്റെ ഉത്തരം കിട്ടില്ലേ? സാധാരണ എനിക്കിപ്പോ എന്തായാലും ഇതിനെനിക്ക് നിന്റെ ഒരു സഹായം വേണം. അപ്പൊ സോജാകെ ഷോക്കായിട്ട് പറയും, നിങ്ങൾ എന്തായി പറയുന്നത്? നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ സെൽഫിഷ് ആവാൻ കഴിയും? നിങ്ങൾ സെൽഫിഷ് ഒന്നല്ല, നിങ്ങളെപ്പോഴും നിങ്ങളുടെ കാര്യം ചിന്തിക്കാതെ മറ്റുള്ളവരുടെ കാര്യം ചിന്തിക്കുന്നത്. അപ്പൊ നിങ്ങളെങ്ങനെ അത് നിങ്ങളുടെ സ്വന്തം സഹോദരന്റെ കാര്യത്തിൽ എങ്ങനെ ചെയ്യാൻ പറ്റും? അശോക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവനായിരുന്നു. അതുപോലെ തന്നെ ആശ നിങ്ങളുടെ ഒരു ചെറിയ സഹോദരിയെ പോലെ നിങ്ങൾ കണ്ടിരുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ അവിടെ ഇങ്ങനെ ചെയ്യാൻ കഴിയും? അപ്പൊ ഭരത് പറയും, അവര് വിടുന്ന പോയതിൽ എനിക്കും ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ എന്റെ വേദനകൾ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. അച്ഛനൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ അച്ഛന് പിന്തുണ കൊടുക്കുന്നത്. എനിക്ക് മുൻപ് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അച്ഛൻ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു മകനാവണം ഞാനെന്ന്, അതായത് അശോകിനെ പോലെ ആവണമെന്ന്. പക്ഷേ എനിക്ക് ഇത്രയും കാലമായിട്ട് അങ്ങനെ ഒരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അച്ഛന് എന്നെ ഇതുവരെ ഒരു വിശ്വാസമോ അങ്ങനെ പ്രത്യേക ഒരു പരിഗണനയോ ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ആദ്യമായിട്ട് എനിക്കത് കിട്ടുന്നത് അശോക് ഇവിടുന്ന് പോയതിനു ശേഷമാണ്. അതിനുശേഷമാണ് ഞാൻ അച്ഛന് പിന്തുണ കൊടുക്കാനും അച്ഛന് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത്. അതിനുശേഷം അച്ഛൻ എന്നെ വിശ്വസിക്കാൻ തുടങ്ങി. അച്ഛൻ എനിക്ക് ഒരുപാട് നല്ലൊരു സ്ഥാനം തരാൻ തുടങ്ങി. അശോകിനെ പോലെ എന്നെയും കാണാൻ തുടങ്ങി. സോജ, നീ തന്നെ പറ, ഞാൻ എങ്ങനെ ഒരു സ്വാർത്ഥനുള്ളതായി മാറും? ഞങ്ങൾ 2 ആൺമക്കളാണുള്ളത്, പക്ഷേ അശോകിന് മാത്രമാണ് എപ്പോഴും സ്നേഹവും കരുതലും സ്ഥാനവും എല്ലാം അച്ഛൻ കൊടുത്തിരിക്കുന്നത്. അച്ഛൻ എന്നോട് അതുപോലെ അശോകനോട് സംസാരിക്കുന്നതിന്റെ ഒരു പകുതി പോലും എന്നോട് സംസാരിക്കാറില്ല. അശോകിനെ കാണുന്ന പോലെ ഒരു ചെറിയ രീതിയിലെങ്കിലും എന്നെ കാണാറില്ല. ചിലപ്പോഴൊന്നും അച്ഛൻ എന്നെ ഇവിടെ പരിഗണിക്കാത്ത പോലെ എനിക്ക് തോന്നാറുള്ളത്. അതുകൊണ്ട് പണ്ടേ എനിക്ക് അച്ഛന്റെ കൺമുന്നിൽ എനിക്ക് അച്ഛൻ്റെതായ ഒരു മകൻ, അതായത് അച്ഛന് വേണ്ട ഒരു മകനായി, അല്ലെങ്കിൽ അച്ഛൻ്റെ മുന്നിൽ എനിക്കൊരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാൻ പണ്ടേ ശ്രമിച്ചിരുന്നു, ഒരുപാട് ശ്രമിച്ചിരുന്നു. പക്ഷെ അത് ഞാൻ പുറമേ കാണിക്കാറില്ല. എന്നാലും എൻ്റെ ഉള്ളിൽ എനിക്ക് നല്ലൊരു സ്ഥാനം അച്ഛൻ്റെ മുന്നിൽ കിട്ടണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വർഷങ്ങളായിട്ട് ശ്രമിച്ചിട്ടും എനിക്ക് അച്ഛൻ്റെ മുന്നിൽ ഒരു സ്ഥാനം നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. അത് സംഭവിച്ചത് എപ്പോഴാന്ന് വെച്ചാൽ അശോകും ആശയും ഇരുന്ന് പോയപ്പോഴാണ്. അപ്പോഴാണ് ഞാൻ അതിന്റെ ആ ഒരു സ്ഥാനം അറിയുന്നത്. അപ്പം അവൻ ഞാൻ എങ്ങനെ തടയുക? അതുമല്ല, ഈ കാര്യങ്ങളൊക്കെ നിന്നേക്കാൾ കൂടുതൽ മറ്റാർക്കാണ് മനസ്സിലാവുക? നീ തന്നെ അല്ലേ എന്നോട് മുൻപ് അശോകിനെ കുറിച്ചും എന്നെ കുറിച്ചും എപ്പോഴും കമ്പയർ ചെയ്ത് പറയാറുണ്ടായിരുന്നത്? അശോകിനാണ് എന്നേക്കാൾ കൂടുതൽ സ്ഥാനം, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ എന്നോട് മുൻപ് പറയാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ നിനക്ക് ഇതെല്ലാം അറിയുമ്പോൾ എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ടുന്നത്? എനിക്കറിയാം നിനക്ക് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരണം, അവരെല്ലാവരും ഇവിടെ വേണം, എന്നാൽ നിന്റെ ആഗ്രഹം എനിക്കറിയാം. പക്ഷെ അവരോട് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക്